രണ്ടാഴ്ചക്ക് ശേഷം എന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയപ്പോ എന്തൊരു സുഖം കേസ്. ഒരു കുഞ്ഞുമാവെ പോലെ ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഇവിടെ മൊത്തത്തിലൊരു തെളിച്ചം കൈസ്. നല്ല രസമുണ്ട് ഇവിടെ. അച്ഛനും അമ്മയും ഇവിടെ നിപ്പുണ്ട്. അമ്മ ഹായ്, അച്ഛാ ഹായ്. എന്തുണ്ട് വിശേഷം? ഒരു ചിരി അച്ഛന്റെ മുഖത്ത്. അച്ഛാ ഇത് ഫാഷനാണ് അച്ഛാ, ഫാഷൻ. പണ്ട് ഞാൻ ഒരു അവാർഡ് ഷോയ്ക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാണ്, പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇത് വീണ്ടും സൈസായി. ഇതൊന്നും എന്റെ സൈസ് അല്ലായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ആയപ്പോ ഞാൻ ഇന്ന് എടുത്തിട്ടാണ്. ഇന്ന് 2 പരിപാടിയുണ്ട് കേസ്. ആദ്യം നമ്മുടെ കാവടിക്ക് കൂടെ വിഷ്ണു ഇല്ലേ, വിഷ്ണുവിന്റെ അനിയന്റെ ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ഉണ്ട്. ഒരു കാർ വാഷ് ശാസ്ത്രവട്ടത്ത്, ആ വളവിലിരിക്കുന്ന അവിടെ, ഉള്ള വളവ്. അതെ അതെ അതെ. രണ്ടാമത് നന്ദുവിന്റെ കൊച്ചിന്റെ അല്ല, ഭാര്യയുടെ വളകാപ്പ്, പാറുവിന്റെ വളകാപ്പ്. 7 മാസം. ഇവിടെ ഇങ്ങനെ ചടങ്ങുണ്ടോ വളകാപ്പൊക്കെ? അങ്ങനെ അധികം നടത്തി കണ്ടിട്ടില്ല നമ്മള്. ഓക്കെ, എന്തായാലും നന്ദു അത് കാര്യമായിട്ട് നടത്തുന്നുണ്ട്. വളകാപ്പുണ്ടല്ലേ? ഓക്കെ ഓക്കെ. എത്ര നാളെ നിങ്ങൾ രണ്ടുപേരും വ്ളോഗിൽ വന്നിട്ട്? ഒരു ഹായ് ഉടമ്മ. അച്ഛനും കൊടുക്കച്ച. അച്ഛന്റെ പടം ഒരു പയ്യൻ വരച്ച, അച്ഛന് കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഓക്കെ സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ഇനോഗ്രേഷനും വളകാപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാച്ച. കല്യാണം വിളി ആസ് യൂഷ്വൽ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം വിളിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മെയിൻ. അപ്പൊ ഞാൻ പോയിട്ട് വരാച്ച. സന്ധ്യ മേളിൽ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യണം സുഹൃത്തുക്കളെ. നമുക്ക് ആദ്യം ഇനോഗ്രേഷന് പോവാം. ഹായ്, ഏഞ്ചൽ ഇല്ല സുഹൃത്തുക്കളെ, അച്ഛന്റെ വണ്ടിയാണ് നടക്കുന്നത്. സന്ദീപേ സുഖാണോടാ? മോഹൻലാൽ സാറിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ടടാ, അതൊരു സ്വപ്നം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെ പെട്ടെന്ന് അടുത്ത് കിട്ടിയപ്പോഴാടാ എനിക്ക് ഇത് പറയണോന്ന് പറഞ്ഞൂടാ. പോയി ജീവിതത്തിൽ ഒരു കാര്യം സാധിച്ചു. ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹം. ഇനി ലാലേട്ടനെ പോഡ്കാസ്റ്റിൽ കൊണ്ടുപോകണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, ശാസ്ത്രത്തോട്ടല്ലേടാ? നേരെ വിഷ്ണുവിന്റെ അനിയന്റെ കാർ വാഷിലേക്ക് സുഹൃത്തുക്കളെ. എന്താ ഇത്? ആണാ, തുറക്കട്ടാ. ഓ, എന്റെ ഐശ്വര്യം നിറഞ്ഞൊരു പടമുള്ള സ്ഥലം. താങ്ക് യു. ഇതെവിടെയെങ്കിലും തൂക്കിഞ്ഞേ. താങ്ക് യു. താങ്ക് യു. തെറ്റ് സാരം. താങ്ക് യു. ഞാൻ വന്ന് നാട മുറിച്ച് വിളക്ക് കത്തിച്ച്. അണ്ണാ നിങ്ങളെപ്പോ വന്നാ? ഞാൻ നോക്കുമ്പോ എന്റെ കൂടെ വിളക്ക് കത്തിക്കണ്. ആര്? ആണാ രഘു? എല്ലാരും ഉണ്ടാ? അളിയാടാ, നിന്റെ സ്വന്തം അനിയനല്ലേടാ? അളിയ കൺഗ്രാചുലേഷൻസ്. ഒരു വലിയ വിജയമായിട്ട് തീരട്ടെ ഈ സംരംഭം. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ശാസ്ത്രവട്ടത്താണ്. ഇതാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ. ഇവർ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോയി ക്ലീൻ ചെയ്തോണ്ട് വരും. ഇല്ലേടാ? അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതെ. നമസ്കാരം. നമസ്കാരം മാമ. സന്തോഷായില്ലേ? ഓക്കെ, സിനി നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് നന്ദൂരിനെ അങ്ങോട്ട് അണ്ണാ നന്ദൂരിനെ അങ്ങോട്ട് വരണ്ടേ? അവൻ വിളിച്ചില്ലേ? അപ്പൊ അണ്ണ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞു കാണൂല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ. എടാ 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 ഓടല്ലേ? എടാ പ്രസാദ്, എടാ നിന്നെ തിരിച്ചറിയണില്ലല്ലോടാ ഞാൻ. ഇതെന്തൊരു ലുക്ക് ഇത്? ഞാൻ നോക്കിയപ്പോ ഏതോ ബംഗാളി. എന്തിനാ ഡാൻസർ തമ്പി? എടാ നിന്നെ എന്റെ അച്ഛൻ അന്വേഷിക്കണുണ്ടായിരുന്നു. ഇന്നലെ വന്നേ ഉള്ളൂ. എടാ അച്ഛൻ നിന്നെ അന്വേഷിക്കണുണ്ടായിരുന്നു. ഒരു ദിവസം ഒന്ന് കാണണം കേട്ടോ. അയ്യോ, ഇതാണ് വിഷ്ണുവിന്റെ അളിയൻ. അച്ഛൻ അനിയൻ. എടാ ഓൾ ദി ബെസ്റ്റ് കേട്ടോ, നന്നായിട്ട് വരട്ടെ. വിനോദേ വേറെ ആരൊക്കെയാണ് ഇവിടെ കണ്ടല്ലോ? കണ്ണാ
അന്ന് അവിടെ നിന്ന് പോയ പോക്കാണ്, പിന്നെ ഈ ഏരിയ കണ്ടിട്ടില്ല. ആണല്ലേ? എന്തിനാ എവിടെ? അയ്യോ അയ്യോ, അവിടെ നിന്ന് വന്നാ. അന്ന് അവിടെ ഇരുന്ന് ചിക്കൻ നിന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞ ആളാണ്, പിന്നെ ഇപ്പോഴാണ് പൊങ്ങണത്. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, ഹൗസ്ഫുൾ ആണല്ലോ. രണ്ട് ഗുരുസ്വാമിമാർ ഒരേ ഫ്രെയിമില്. നമസ്കാരം നമസ്കാരം. എടേ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നാടാ, അടിപൊളി. കാത്തു ഗിരീഷന്റെ ഇപ്പൊ നീറ്റല്ലേ എന്നൊക്കെ പറയണ്, ചെറുതായിട്ടത്. ഇന്ന് ബർത്ത്ഡേ ആണോ? അയ്യോടാ, ഹാപ്പി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഗൈസ്. എല്ലാരും കാത്തൂര് ഒരു ബർത്ത്ഡേ വിഷ് കൊടുത്തേക്കും. ഇതിപ്പോ നാട് നിറയെ ബർത്ത്ഡേ വിഷ് ആവും. ഏത് വർഷം? അവള് 93 92 92. അണ്ണാ സുഖമാണ് അണ്ണാ, മുടിയൊക്കെ വളർന്നല്ലോ. പിന്നെ ചെറുക്ക എവിടെ? നമ്മടാ വീട്ടിലാ. എന്തിന്റെ വ്രതം? വെറുതെ ഒരു വ്രതം. ഇതാണ് അപ്പൊ ഇവന്റെ കാർ വാഷ്. അടിപൊളി. അണ്ണാ കാത്തുവിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്തിനു കൊടുത്തു നിങ്ങള്? ലഡു ഉണ്ട്. ആരും അറിയാതിരിക്കാൻ വേണ്ടി ഡേറ്റ് മാറ്റി കിട്ടിയത്. ചുമ്മാ ഇപ്പൊ ആരും അറിഞ്ഞില്ല. ചേട്ടാ ഞാൻ പറഞ്ഞൊന്നും ആരും കേട്ടില്ലല്ലോ അല്ലേ? ആണല്ലേ? സെറ്റ്. ഞാൻ ബർത്ത്ഡേ വിഷ കൊടുത്തായിരുന്നു. പിള്ളേരെവിടെ? കൊച്ചെവിടെ? ആണോ ഗൈസ്? നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ അച്ഛന്റെ വണ്ടിയാണ് ആദ്യമായിട്ട് ഒരു വാഷ് ചെയ്യാനായിട്ട് കയറ്റി അയക്കുന്നത്. ഈശ്വര എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി കൊടുക്കണേ. സുഹൃത്തിനകത്ത് കൊണ്ട് നിൽക്കണം. കൊള്ളാല്ലേ അണ്ണാ? നല്ല ലൊക്കേഷൻ അല്ലേ അണ്ണാ? കറക്റ്റ് ആയിട്ട്. അതെ, അച്ഛന്റെ വണ്ടിയാണ് ആദ്യമായിട്ട് വാഷ് ചെയ്യാൻ കാണണം. പൊളിച്ച്. ഓ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ സ്ഥാപനം. നമുക്ക് സന്തോഷമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോ, അല്ലേ അണ്ണാ? അതെ, ഉദയഗിരി വരെ വേറെ ഒന്നും ഇല്ല. നല്ല ഓർമ്മ, സെറ്റാണ്. അതെ അതെ, ഒന്നുമില്ല ഇവിടെ പിന്നെ ഉള്ളു. സെറ്റാണ്. ഇവിടെ കുറെ എണ്ണം നിന്ന് ഈ ഞാൻ വന്നത് മുതൽ ഇത് അടിച്ചോണ്ടിരിക്കുകയാണ്. അമ്മമാരൊന്ന് കാണിച്ചു തരാന്നില്ല. ഇതെല്ലാം പിള്ളേർ സെറ്റാണല്ലേ അടിച്ചോണ്ടിരിക്കുന്നത്. നടക്കട്ടാ. ചെന്നപ്പോ അവന്മാർക്ക് ഒരു എനർജി കൂടി. എന്തായാലും കൊള്ളാം. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഫോർ സൂപ്പർ ഡീൽ ഓട്ടോ കെയർ ഗൈസ്. ഇനി നമുക്ക് നന്ദൂർ അങ്ങോട്ട് പോവാം. എന്തിനാ സ്വിച്ച് ഓൺ ചെയ്യണോ? ഞാൻ ഓൺ ചെയ്യണോ? ഓൺ ചെയ്യാം ഗൈസ്. ഒരു സ്വിച്ച് ഓൺ ചെയ്യും. ഇതെന്റെ മുഖത്തോട് പിടിച്ചാൽ ഞാൻ ക്ലീൻ ആയിട്ട് ഇത് ഓണാക്കിയാ മതിയാടാ. ഇത് ഓണാക്കിയാ മതി. ഞാൻ ഓണാക്കിയപ്പം സംഭവം വർക്കായി. അടിപൊളി, സെറ്റ് ആയി. വണ്ടിയെപ്പൊക്കെ മേളിൽ കയറ്റി. എന്തായാലും അച്ഛൻ്റെ വണ്ടിയാണ് ഇവിടെ ആദ്യമായിട്ട് കഴുകാൻ ഭാഗ്യം കിട്ടിയത്. ഇങ്ങനെയാണ് അച്ഛൻ്റെ വണ്ടിയുടെ അടിഭാഗം ഇരിക്കുന്നത് സുഹൃത്തുക്കളെ. കൊള്ളാം. എടാ കാർ വാഷ് ചെയ്ത സമയം എടുക്കുമെന്നോണ്ട്. ഞാൻ ഗിരീഷനോട് ഓട്ടോ കയറി അങ്ങ് പോവേണേ. നീ കാറും കൊണ്ടങ്ങ് വാ. ശരി. നന്ദൂരെ വീട്ടിൽ എടാ വേണ ഓട്ടോ എടുത്തോ. എടാ ഞാൻ പോയിട്ട് വരാം. എടാ അവിടെ തുടങ്ങി പരിപാടി. ഞാൻ പോയിട്ട് വരാം. ഗിരീഷന്റെ ഓട്ടോ പോകടാ. പോയിട്ട് വരാം. വേണ്ട ഈ ശാസ്താവട്ടത്തെ വളവിൽ എനിക്ക് ലൊക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടാ. ഉണരാറ്റ പോയിട്ടോയോ? എത്തി സുഹൃത്തുക്കളെ. മാമ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, ഉദ്ഘാടിച്ചിട്ട് വരുന്ന വഴിയാ. ചടങ്ങുകളൊക്കെ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇതാരൊക്കെയായി വന്ന് നിൽക്കണേ സുഹൃത്തുക്കളെ. എന്റെ കളിക്കൂട്ടുകാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. നന്ദു അവിടെ? അതുകൊണ്ടായിക്കണേ. കഴിഞ്ഞോ പരിപാടി? നന്ദു വളകാപ്പിയാ? ഓക്കെ, കാപ്പാൻ പോണേ ഉള്ളൂ. ഓക്കെ സെറ്റ്. കറക്റ്റ്. അവിടെ ആയിരിക്കും സുഹൃത്തുക്കളെ പാറു ഇരിക്കാൻ പോണത്. അയ്യോ മക്കളെ, നല്ലൊരു ചൈതന്യം നിന്നെ കാണാൻ.
നമ്മളെ ജൂനിയർ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അല്ലേ? ഉൾക്കടിച്ച് കഴിഞ്ഞു. ഇനി നീ പോയി കാപ്പ്. ഇല്ല, കഴിക്കണം, ഇനി കഴിക്കണം. നമസ്കാരം. ചാണാറുണ്ടോ എന്നും? അടിപൊളി, താങ്ക് യു. സോറി, സാരി ചവിട്ടിയ. ഹലോ, നമസ്കാരം. എടി ഊളെ, വ്ളോഗ് കൊണ്ട് ഞാൻ വരുവടി പട്ടി. നീ എന്തിനടി ഇങ്ങനെ അന്തപ്പെടണ ജയലക്ഷ്മി? സുഖമായിട്ടിരിക്കുക. ഹലോ, നമസ്കാരം. നിനക്കൊന്നും നമസ്കാരം തരേണ്ട ഒരു ആവശ്യവും ഇല്ല. കാല് പിടിക്കാൻ നിനക്കെന്താ കാല് മന്തുണ്ടാ? ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ സുഹൃത്തുക്കളെ. ശാസ്ത്രീയമായി ഇതെന്താണെന്നുള്ള ഗഹനമായ നമസ്കാരമാണ് ആലോചനയിലാണ് സുഹൃത്തുക്കളെ ഞാൻ. വളയുണ്ട്, അപ്പം വള വെച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടിയാണ്. അത് നമസ്കാരമാണ്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. എന്തൊരു കുട്ടിയായിട്ടിട്ടുണ്ടോ. മാമി പൂവൊക്കെ കൊണ്ടുവന്നു. ഉണ്ട്. നീ വേറെ വ്ളോഗാണല്ലേ? നിന്റെ മാമിയാണടാ? മാമി പാറു മാമി നന്ദു മാമൻ തോണ്ടേക്കണേ. നീ എത്ര പഠിക്കാടാ? നന്നായി. മാലയൊക്കെ ഇട്ടെടുത്താ. അയ്യോടാ, കുങ്കുമം, സിന്ദൂരം. എന്റെ ചെറുക്കനും പെണ്ണും അച്ഛനും അമ്മയാവാൻ പോകുന്നു. ഇതല്ലേ നമ്മുടെ കവിളിലൊരു ചന്ദനം തൊട്ടെടുത്തിട്ടുണ്ട് കേട്ടാ. അടിപൊളി. നന്ദു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഓക്വേർഡാണ്. അതാണ് കോമഡി. വള ഇട്ട് കൊടുത്ത ഇതാണ് വള കാപ്പ്. അച്ചടാ, സത്യം. അങ്ങനെയാ മംഗളകരമായ കർമ്മം നടന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. നീ എല്ലാരും വള ഇടുവോടാ? എല്ലാരും വള ഇടും അല്ലേ? അവളൊന്ന് തിന്നൊരു പരുവാവും. എടാ നന്ദുവേ, എടാ എല്ലാരും വള ഇടുവോടാ? നീ ഇന്നലെ എത്ര സീരിയസ് ആയിട്ട് നിൽക്കണത്? പിന്നെ ഇതൊന്നും നടക്കാൻ പറ്റുന്ന സാധനമല്ലേ? നീ ഹാപ്പി ആയിട്ട് നിൽക്കുമല്ലോ. പോടാ. എന്തായാലും കൊച്ചി ഹാപ്പി ആണല്ലോ. അത് മതി. അങ്ങനെ അവളുടെ വളകാപ്പ് കഴിഞ്ഞ പക്ഷെ ഒരാളും കൂടെ വരാൻ പോകുന്നില്ലേടാ നമ്മുടെ കുടുംബത്തിലോട്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. സ്വന്തമൊക്കെ പറഞ്ഞാല്. എന്റെ ചേട്ടന്റെ വളകാപ്പ് കഴിഞ്ഞു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണല്ലേ? പിന്നെ മാമാന്ന് വിളിക്കും. അവനൊക്കെ ആയി. നന്ദുവിന്റെ അനിയനാണ് വൈദ്യ. നീ എന്താ എവിടെ പരിഗണത്? മുട്ടയിടാൻ പോണ? ഇറങ്ങി പോണു. അതൊരു ചൂടാടാ. നീ ഭയങ്കരമായിട്ട് കീർക്കുന്ന കേട്ടാ നന്ദു. നിനക്ക് സ്ട്രെസ് ഉണ്ടാ? ആണല്ലേ? ഓയ്യോ, എടാ നിന്നെ എടുക്കാൻ വന്നപ്പോഴത്തേ ഇത് ആരും നോക്കടാ. SBI മാനേജർ അല്ലേ എത്തിയിരിക്കുന്നത്. മക്കളെ, എടാ നിനക്ക് എന്നെ അറിയാവടാ? ആരാ? ഓ, അറിയാലോടി അവന്. നിന്റെ ചുമ്മേരി ആണോ? നിനക്ക് ഇഷ്ടമാണോ മക്കളെ? ഓ, എന്നാ ബാ, നീ പറഞ്ഞ നിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അയ്യോ, അവ ഹാപ്പി. എടാ നിങ്ങൾ പോയി വളയിട്ടോട്. എടാ വളകാപ്പെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാണ് വള മൂക്കി കൂടെ ഇടണതാ? അല്ലെ എല്ലാരും ഇടണം. ഓരോ വള വെച്ചുണ്ട് എല്ലാവർക്കും. എടി നിന്റെ ഗ്യാങ് ഫുൾ അവിടെ നിപ്പുണ്ട്. ചെല്ല്. അതെ. ഓ, അങ്ങനെ അവന് കൊച്ചു ആയടാ. അല്ലെ, കൊച്ചായിന്നല്ല, കൊച്ചാവാൻ പോകുന്നു. ചുമ്മാ സത്യം കേട്ടോ. അതല്ലേ നമ്മൾ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് പാലിയാച്ചപ്പഴെന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. എന്റെ കൂട്ടുകാരികളുടെ ഹസ്ബൻഡുമാരെ പോയി പരിചയപ്പെട്ടിട്ട് പറ്റ സുഹൃത്തുക്കളെ. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ആ ഫ്രെയിമുകൾ രസമുണ്ട് കേട്ടാ കാണാൻ. എടാ സുഹിത്തറിന് എവിടെ ഉണ്ടായിരുന്നു? അറിഞ്ഞില്ല. അയ്യോ, ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അത് മറ്റേ ആര്? അണ്ണ നിങ്ങളെ ഒരു വിവരം ഇല്ലല്ലോ അണ്ണാ. കല്യാണം വിളിക്കുവോന്നോ? എടാ എന്തൊരു ചോദ്യോടാ എന്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിക്കണ അണ്ണ. അണ്ണാ ഡാഡിയുടെ വിളിയല്ലല്ലോ എന്റെ വിളി. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ വന്ന് വിളിക്കണ്ടേ? അല്ലേടാ സോനു?
ഉണങ്ങിയാണ്. കേട്ടാ മതി. 75 ഇപ്പം 74 ആയിരുന്നു. എറണാകുളത്ത് പോയിട്ട് 1 കിലോ കൂടി. അതേ കേസ് രാവിലെ വെയിറ്റ് എടുത്ത് നോക്കിയപ്പോൾ 74 ഇരുന്ന ഞാൻ 75 ആയി. കുറച്ചധികം ഫുഡ് അടി ആയിരുന്നല്ലോ. അത് ഇനിയിപ്പോ ചവിട്ടി പിടിക്കാം. ഓക്കെ, ഞാൻ എന്താണ് 70 ബേസിക്കലി 5.5 കിലോ കൂടെ കുഴക്കണം. ഇനി പിടിക്കാം കേസ്. കാരണം എറണാകുളത്ത് പോയപ്പം ഇപ്രാവശ്യം വർക്കൗട്ടും അതും എല്ലാം കൂടെ ഒന്ന് സിങ്ക് ആക്കി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ഇവിടത്തെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം ഗൈസ്. നേരത്തെ കണ്ട ജയലക്ഷ്മിയുടെ മോനാണ് ഇത് ഹസ്ബൻഡ്. നമസ്കാരം ചേട്ടാ. എടാ യവൻ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എന്റെ മുടിയിൽ പിടിച്ച് കളിക്കുന്നു സുഹൃത്തുക്കളെ. എനിക്ക് ടെൻഷനായി. ഇപ്പൊ നിനക്കൊന്നും പറയാനില്ല അല്ലേടാ? അപ്പൊ ക്യാമറ ഓൺ ആക്കിയാൽ നീ മിണ്ടാതിരിക്കും അല്ലേ? അയ്യോ അയ്യോ അയ്യോ, ക്യാമറ ഓൺ ആക്കിയാൽ മിണ്ടാതിരിക്കൂല സുഹൃത്തുക്കളെ. അയ്യോ പോടാ, നീ ഇങ്ങോട്ട് വാ. നീ ഇത്ര വലിയ കുണ്ടണിയാണോടാ? അയ്യോ തരൂലടാ അവളെ. അയ്യോ 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 തരൂലടാ. അമ്മച്ചി എന്റെ ഉടുപ്പ് മഫിയ 3. ഓ, ജയലക്ഷ്മിയുടെ കുട്ടിക്കാലം കണ്ട പോലെ. LKG നിന്റെ അമ്മയുടെ ചോറ്റ് മാത്രം അടിച്ചു മാറ്റിയതിനുള്ള ശിക്ഷയാണോടാ ഇത്? ദേവമേ അമ്മ. ഓ ചേട്ടാ, ഇതെങ്ങനെ മെരുക്കുന്നു ഇവന്? ചേട്ടന് ഞാനൊരു ട്രോഫി തരട്ടെ? ഇത് തന്നെ ഉണ്ടല്ലേ ട്രോഫി ആയിട്ട്? എന്താടാ അമ്മ? ഓ, ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കൂടാ. അവളെ പോയിടിയ സുഹൃത്തുക്കളെ. ഇവന്റെ അടുത്ത് നിന്ന രക്ഷയില്ല സുഹൃത്തുക്കളെ. ഒരുമാതിരി വിക്രമാദിത്യനും വേതാളങ്ങളൊക്കെ ആയിപ്പോയല്ല. എടാ മക്കളെ, എടാ ഉടുപ്പ് താടാ, എടാ പാടാ. ശരി ജയലക്ഷ്മി, ഞാൻ നിന്റെ അടുത്ത് എടാ പാടാ, നിന്റെ അമ്മ കാണിച്ചിട്ടുണ്ട്. ഓടട്ടെ കേസ്. ഓ എടി ജയലക്ഷ്മി, എന്താടി ആ ചെറുക്കായി? എന്നെ കൊന്നില്ലെന്നേ ഉള്ളു. എടി എന്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി പറിച്ചോണ്ട് പോയവൻ ദാണ്ടെ എത്തി. എടാ പോടാ. ഓമോ, ഇടിക്കരുത്. നിന്റെ ചോറ്റ് പാത്രത്തിൽ നിന്ന് മീൻ പൊരിച്ചത് എടുത്തതിന് സോറി. മക്കളെ വളർത്തി വിട്ടേക്കാണ്. എടാ എനിക്ക് ആകപ്പാടെ ഒരു ചന്തിയുള്ളു. നീ തിരിച്ച് പൊട്ടിക്കുവോ? അതെ, എന്റെ മെർച്ചൻഡൈസ് ഒന്നും നീ ഇടിക്കരുത്. ഓ, ഞാൻ എന്താടി ചെയ്തത്? ശില്പേ ഹായ്. നിന്റെ കുരുപ്പ് മിണ്ടാതിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇതും ഇതുപോലത്തെ ഒരു ഐറ്റം ആണെന്ന് എനിക്കറിയാം. ഇത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുരുപ്പാണല്ലേ? എടാ നീ എന്താടാ ചെയ്യണത്? എവൾക്ക് അതെ അമ്മ. ഇവന്റെ പേരെന്നാടി? അദ്വിക്. നല്ല പേരാ. ജാസ്മിനി ഹലോ. ഓ സുഹൃത്തുക്കളെ, എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ എവന്റെ കൈവാക്കിന് എന്റെ പല വിലമതിക്കാനാവുന്ന സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിരിക്കുന്നത്. ആണല്ലേ? ഓ, ഞാൻ വഴിയെ പോയപ്പോ ഒന്ന് ഹായ് പറഞ്ഞതാടി. മാമി സുഖാണോ? ശീതൽ എന്ത് പറയുന്നു? അവള് കാനഡയിൽ പോയിട്ട് പിന്നെ ഒരു വിവരം ഇല്ല. അവളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് അവിടെ. ആര്? എടി നിന്റെ സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ലല്ലോടി. ആണല്ലേ? എടി നിന്റെ അച്ഛൻ വിളിക്കുന്നു. ഓ, ഞാൻ ഇതിനൊന്ന് ഒതുക്കട്ടെ സുഹൃത്തുക്കളെ. എന്റെ തനി സ്വഭാവം എടുത്താലേ പറ്റുള്ളൂ. ബ്ലോഗ് ഓഫ് ചെയ്തിട്ട്. എടാ ആ ഗംഗ വിളിച്ച് എത്തിയാ വെച്ച്? ആ ഓ എടാ, ജയലക്ഷ്മിയുടെ മോൻ എന്തോ അറിയാതെ പോലും നീ പരിചയം കാണിക്കല്ലേ. എന്നെ കൊല വിളിച്ചാവേ. ആണല്ലേ? ഓ, എന്റെ പുക കണ്ടില്ലെന്നേ ഉള്ളു. എന്തൊക്കെ പാടുള്ള. എവിടെ അവള്? ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, വിദൂരതയിൽ നിന്ന് മന്ദം വരുന്നു എന്റെ പെങ്ങൾ. ആഹാ, മകളെ സുന്ദരിയായിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അടിപൊളി. ഇനിയിപ്പോ അവളുടെ വളകാപ്പിനുള്ള കയ്യിൽ വള ഇട്ട് കൊടുക്കും. ഇല്ല അവ ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊക്കെ ഇടാനുള്ള സമയം ആവണേ ഉള്ളു. ചെല്ലു ബാ, കമോൺ ഗേൾസ്.
അടാ എടാ ഒരു ബ്യൂട്ടി ബ്ലോഗറായ അവളോട് നിനക്ക് ഇത് ചോദിക്കാൻ പോലും തോന്നിയല്ലോടാ. നിന്റെ എന്തിനു കൈ വിറയ്ക്കണ? എന്തിനാടി നീ ആൾക്കാരുടെ കിടന്ന് വിറവിക്കൊണ്ടിരുന്നോളല്ലേ? ചെല്ലു എടീ എന്റെ കൂടെ പഠിച്ച പെമ്പിള്ളേരുടെ മക്കളെല്ലാം വന്നിട്ട് തലങ്ങും വിലങ്ങും അടി. പണ്ട് സ്കൂളിൽ കാണിച്ചതിനൊക്കെ അകത്തിരിപ്പുണ്ട്. ഞാൻ പരിചയപ്പെടുത്തല്ലോ, എല്ലാവരും പരിചയപ്പെടുത്തരാം. എടേ ഇത് എന്റെ കൂടെ പഠിച്ച പെമ്പിള്ളേര്, ഇത് ലാമി ഗംഗ. എടീ ഇത് അഞ്ജിത, അവള് SBI വർക്ക് ചെയ്യുന്നു, അസിസ്റ്റന്റ് മാനേജറായിട്ട്. ലോൺ വേണമെങ്കിൽ ചോദിച്ചാൽ തരൂല. അതെ ആണല്ലേ? ആ ബാങ്ക് അങ്ങനെയാണ് സുഹൃത്തുക്കളെ, ലോൺ തരൂലെന്ന്. ഇത് ഗീതു, ഇവക്കൊരു ബൊറ്റീവ് ഉണ്ട്, അത് അവന്റെ മോൻ. അത് ശില്പ. അതെ അവളെ പറ്റി അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവർക്ക്. അത് ശില്പ, അത് ശില്പയുടെ മോള്. അത് ജയലക്ഷ്മി, അവന്റെ മോനെ നീ അന്വേഷിക്കരുത്, ഇത്രയും നേരം എന്നെ പൊങ്കാലയിലിട്ട് പോയവനാണ്. അത് ജാസ്മിനി, അത് ശ്രുതി, അത് അൻഷ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടുകാരന്റെ വൈഫ്. മക്കളെ നിന്റെ പേര് ഞാൻ മറന്നു വേണം. നമ്ര. ഇത് അഞ്ജിത, ഇത് ഇവളുടെയും ശീതലിന്റെയും അമ്മ. ചർമ്മം കണ്ട പ്രായം സന്തൂർ മമ്മി. ഇനി എന്ത് വേണം മാമിക്ക്? സംസാരിക്കും, ഞങ്ങൾ സംസാരിക്കട്ടെ. അയ്യോ പഴയ കഥകളൊന്നും പറയരുത്, ഞാൻ പോയിട്ട് വരാം. ഓഹ് മക്കളെ, ഹാപ്പി വളകാപ്പ്. ഇതിനെന്താ പറയണ്ടേ? ഹാപ്പി വളകാപ്പ് എന്ന് തന്നെയാണോ? നല്ല ഭംഗിയാണ്. ഞാൻ അത് കണ്ടപ്പോഴേ പറഞ്ഞടാ, അവളെ കണ്ടപ്പോഴേ. എടി ഇത് അത്ര നീ തിന്നാൻ വേണ്ടി ഇരിക്കണ? കുറച്ച്. ഇതെന്താടാ ഇത്? ആണല്ലേ? ഓക്കെ. നീ എന്താ കൊടുക്കാൻ പോണത്? അത് മൊത്തത്തിൽ കൊടുക്കും, അത്രയും കഴിച്ചൂടെ? ക്രിസ്പി മുറുക്ക്. ഞാൻ മുറുക്ക് തരാം. ഇനി വള ഇട്ട് കൊടുക്കട്ടെ. വള ഇട്ട് കൊടുക്കാൻ ഏത് കളർ വേണം? ചോപ്പിലാവൂല, പച്ച. എന്താ വള കാടേ? വള കേട്ടാ. ശരി, ഞങ്ങൾ ഇനി ബാക്കിയുള്ളവർക്ക് വളയിടാൻ സ്ഥലം കൊടുക്കട്ടെ. അയ്യോടാ എടാ വള കൊണ്ട് ഇട്ടോട്. അപ്പൊ ഐശ്വര്യത്തിന്റെ നിറ കൂടാണ്, അത് മനസ്സറിഞ്ഞുള്ള വള ഇടിയിലാണ്. സന്ദീപിന് നാണോക്ക. മാമ സുഖാണാ? അടിപൊളി. അമ്മ സദ്യ ഉണ്ടാട്ടാ. നീ സദ്യ കഴിക്കൂലേ മക്കളെ? ആ പൊളിക്കാ നോക്കുന്നത്. എടാ വിഷ്ണുവേ, എടാ നമ്മുടെ കൂടെ പഠിച്ച എല്ലാ നിങ്ങളും കാത്തിരിക്കണടാ. നീ കണ്ടാ? പെമ്പിള്ളേരെല്ലാം ആരെയും കാത്തല്ല, അവന്മാർ ഇരിക്കണം അവിടെ അകത്തകത്ത്. പോയൊന്ന് വാരി. ശ്രുതിയൊക്കെ നീ കാണാറില്ലേ? അഞ്ജിത. ഇവന്റെ വീടിന്റെ അടുത്താണ് ശ്രുതിയുടെ വീട്. അകത്തോട്ടിരിക്കാം. അകത്തോട്ട് കയറാം. നീ വള ഇട്ടിട്ട് വാ. വള ഇട്ടൊരു മുറുക്കും കൊടുത്തിട്ട് വാ. അകത്തോട്ട് കയറാം. എടാ നിനക്ക് വള ഇട്ട് തന്നാ മതിയാണ് വിഷ്ണു ചോദിക്കുന്നത്. എടാ അതെന്താ നീ കയറാത്ത? നിങ്ങളുള്ള സോഫ എടുക്കരുത്. എന്നാലും എടാ വളകാപ്പ് എന്തിനാണെന്ന് നിനക്കറിയാവോ? എടാ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വരുന്ന ആൾക്കാര് മധുരവും, അയ്യോ അതല്ല, പ്രസവിക്കാൻ പോകുന്ന പെണ്ണിന് ഒരു വളയും മധുരവും കൊടുക്കും. എന്തിനാ ഇവിടെ? ആരടാ?
ഇവിടെ എത്തുന്ന ആരടി വാ വാ ഏച്ചു വാ കൊടുക്കണ്ടേ, മധുരം കൊടുക്കണ്ടേ, വളയിടണ്ടേ. ഇവിടെ സുഞ്ചര അല്ല മറ്റേ ഇത് മുറുക്ക് കൊടുത്തു ഞാൻ. ഒരു മുറുക്ക് ഞാനും തിന്ന്. പിന്നെ വിശക്കൂല, രാവിലെ പോലെ ഇരിക്കുകയാണ്. എടി സുഞ്ചരി കുട്ടി, ഹലോ. ആ കുഴപ്പമില്ല അമ്മേ. ചെല്ലു മധുരം കൂടെ എല്ലാരും. ഞാൻ കൊടുത്തു. ഇപ്പൊ വളയിട്ടിട്ടോ അടി. എന്തോ അടി, നിനക്ക് എത്ര മക്കളടി? പറ. ആണല്ലേ? ആ ഓക്കെ, സമ്മതിച്ചേ. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ചർമ്മം കണ്ട പ്രായം പറയണ്ടല്ലേ? അയ്യോടാ, വിളിച്ചോണ്ട് വരാത്തത് ആണാ? മുതുക്ക് മക്കള്. ആ ഓക്കെ. ഇനി ഇവരൊക്കെ പോയി വള ഇടിക്കട്ടെ. എല്ലാരും കൂടെ വളഞ്ഞു നിന്ന് അവക്ക് എടി കുറഞ്ഞത് 2 അച്ചപ്പം 3 മുറുക്ക് 4 ഇലയപ്പെങ്കിലും അവളെ കൊണ്ട് തീറ്റിക്കണം. അയ്യടാ, ഇത് നല്ല ഫ്രെയിം. അത് എടാ നന്ദു, എടാ നമുക്കൂടെ കയറി ഇന്നാലാടാ. നല്ല ഫ്രെയിം എടാ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നിക്കാം. ഈ മുതുക്ക് മുമ്പുള്ളവരൊക്കെ നമ്മളോട് പഠിച്ചതാ കേസ്. എല്ലാ സ്കൂളിൽ പഠിച്ചതാണ്. അതൊന്നും ചെയ്യാൻ വേണ്ട. നീ ഒരു മുറുക്കെടുത്ത് കൊടുത്തിട്ട് ഒരു വള ഇട്ട് കൊടുത്താണ്. ആ മറ്റത് ഹൽദിക്കാടി. എടി ആ ചെറുക്കനല്ലേ ഇവക്കാണ് മധുരം കൊടുക്കേണ്ടത്. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കുറച്ചൊന്നും. ആ മുഖത്ത് ടെൻഷൻ ഉണ്ട്. എടാ കൂടെ എല്ലാരും കൂടെ മുറുക്കൊക്കെ കൊടുക്ക്, വാരി കൊടുക്ക്. നല്ല ഫ്രൈമല്ലേ? എല്ലാ സ്കൂളിൽ പഠിച്ച മുറുക്കളും അതിനാടെ പിള്ളേരും. പാർവതിയുടെ എക്സ്പ്രഷൻ ആണ് കോമഡി. തലങ്ങും വിലങ്ങുന്നും ഒക്കെ സ്വീറ്റ്സ് വന്നിട്ടുണ്ട്. ആ ജിലേബി കയറ്റം. എല്ലാരും കൂടെ അവർക്ക് മധുരം കൊടുത്തേടാ. പഞ്ഞിക്കിട്ട് എടാ ഉമേഷ്, എടാ മാറടാ. ഓ അവനാണല്ലോ ക്യാമറ. മാറണ്ട മക്കളെ, പിള്ളേരൊക്കെ എടുത്ത്. പാർവതി ഹാപ്പി അല്ലേടാ? നന്ദു ചുമ്മാ ടെൻഷൻ. എന്തിനാണ് എന്തോ ടെൻഷൻ? ജാസ്മിനി മധുരം കൊടുറി. കൊടുത്താ? ഇനി വള ഇടുന്ന ചടങ്ങാണ് സുഹൃത്തുക്കളെ. ഈ വള ഇട്ടുകൊണ്ടിരിക്കുന്ന ശില്പം ഉണ്ടല്ലോ മക്കളെ, ഇവളെ പോലെ ഒരു കുണ്ടടി പെണ്ണ് വേറെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അതെ അയ്യോ, അവളുടെ മോളും അതേ കണക്കി തന്നെ. അവക്ക് അങ്ങനെ തന്നെ വേണം. പക്ഷെ എടി ഏറ്റവും പാവം ജയലക്ഷ്മി അല്ല. ഒരാളൂടെ വരുമ്പോഴത്തേക്ക് നമ്മളുണ്ട് അങ്ങനെ തന്നെ വേണം. ഈ കൊടുക്കണതൊക്കെ ഈ മക്കളുടെ രൂപത്തിൽ തിരിച്ചു വരുമെന്നാണ് സത്യമാണ് കേട്ടോ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് പറയണത്. അയ്യോ, നീ എവിടെ പോയടാ? പടുക്കെടുക്കാൻ അത് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ പെൺകുട്ടിയുള്ള ഒരാള്. ഇവളൊക്കെ ഭയങ്കര പഠിപ്പുകളാണ്. ഇങ്ങനെ ഇരിക്കണം എന്നേ ഉള്ളു. എവള് മോശമല്ല. ഇവളൊന്നും പഠിക്കൂല. അവളൊക്കെ എന്നെ കണക്കാണ് ഫുള്ള്. എവളും പഠിക്കൂല. എന്റെ കൈയോടെ ഒട്ടിച്ചു വെച്ചേക്കണം. ഓ ഈ ഫ്രെയിം ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഫ്രെയിമുകളാണ്. അതൊക്കെ പിന്നെ തിന്നേണ്ട ക്രാപ്പുകളൊക്കെ ഇപ്പോഴേ വാരി പറക്കി തിന്നേണ്. ആക്രാന്തം പിടിച്ചിട്ട്. ഓ അയ്യോ, അല്ല താങ്ക്സ്. ഓ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ കാണുമ്പോ. എന്റെ കല്യാണത്തിന് എനിക്ക് ഇങ്ങനെ വന്ന് എടുക്കാൻ പറ്റൂലടി. ആ ഓക്കെ സെറ്റ്. നന്ദു എവിടെ? നന്ദു വരുന്നാ? ഒന്നുമില്ല സുഹൃത്തുക്കളെ, എല്ലാം തിന്നെടുത്ത്. സോനുവേ അളിയ എല്ലാരും ഇങ്ങനെ ഒന്നിച്ചിരിക്കണ ഒരു ഫ്രെയിം കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഒറ്റവരി അത് കുഴപ്പമില്ല. ആ ഓപ്പോസിറ്റ് ഇരുന്നിരുന്നാലും പൊളിച്ചനല്ലേ. ഓ എടാ നീ ഇവിടെ നിന്നുണ്ടാ പിടിച്ച് നിങ്ങൾ രണ്ടെണ്ണത്തെ നടുക്കിരുത്തിയേക്കണത്. എന്നെ ഇടിച്ചു മാറ്റി വന്നിരുന്നു. ചെറുക്കനൊക്കെ വളർന്നു വരുമ്പോ നേരത്തെ ജയലക്ഷ്മിയുടെ മോനെ പഞ്ഞി കിട്ടടാ. അത് കണക്കൊക്കെ ആയിരിക്കും വളർന്നു വരുമ്പോ. ഇവളന്മാരിത് പഠിപ്പിച്ച് വളർത്തണേണ്. മാമന്മാരെല്ലാം പോയി പഞ്ഞി കിടണോന്ന്. സന്ദീപേ അവിടെ ഞാൻ വന്നിരിക്കാം. കണ്ട എന്റെ ഇല പറന്നു പോകാതെ കൊച്ചു നോക്കേണ്ട. ജയലക്ഷ്മി പൊളിച്ച്. പാർവതിയെ ഇവക്ക് നാളെ മോഡൽ എക്സാം വന്ന കേസ്. നീ ഇത്രയും കാലമായിട്ട് പഠിച്ചിരുന്നില്ലേടി? ഇപ്പൊ അങ്ങനെ നീ പറയരുത്. നീ എന്തിനാ പഠിക്കണത്? ഇപ്പൊ എന്തിനാ പഠിച്ചോണ്ടിരിക്കണത്? എന്തിനാണ് മനസ്സിലായോ? ഓ നല്ല ഒരു തിരുവനന്തപുരം സ്റ്റൈലിലുള്ള
സദ്യ, അതും ഉണ്ണിച്ചേട്ടൻ ഉണ്ടാക്കിയ സദ്യ. കേട്ടാടി, ഉണ്ണിച്ചേട്ടൻ ഉണ്ടാക്കിയ സദ്യയാണ്. ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഒരു ഉണ്ണിച്ചേട്ടനുണ്ട്. അതെ, ഒരു ചേട്ടൻ. എന്തായാലും ഞങ്ങൾ നല്ല അടിപൊളി ഒരു തിരുവനന്തപുരം ശൈലിയിലുള്ള സദ്യ കഴിച്ചിട്ട് വരട്ടെ ഗൈസ്. വളകാപ്പ് കഴിഞ്ഞിട്ട് ഗൈസ് വിഷ്ണുത്ത് എന്നെ വിളിച്ചോണ്ട് വന്നേക്കാണേ ഒരു പാമ്പിനെ പിടിക്കാൻ. എടാ വിഷ്ണു, എടാ നിനക്ക് അറിയാവോ ഇതൊക്കെ ചെയ്യാ? ഓമ്പോ എടാ, അത് മൂർഖനല്ലേ എടാ? അളിയാ നിനക്ക് അറിയാവോടാ? നീ വാവച്ചേട്ടനെ വിളിക്കാത്തത്? വാവച്ചേട്ടനാ എന്ത് പറഞ്ഞ? യു വാവച്ചേട്ടൻ ഇല്ലേ? ഓ പൂടാ കുത്തറടാ അത്. വിഷ്ണുവെ ശ്രദ്ധിച്ചേ, അത് എഴഞ്ഞു വന്നാ എന്ത് ചെയ്യും നമ്മള്? കുഞ്ഞു മൂർഖനാണ് കേട്ടാ ഗൈസ്, കുഞ്ഞു മൂർഖനാണ്. പക്ഷേ ശ്രദ്ധിച്ചേ ഗൈസ്, ദിസ് ഈസ് എ ഡേഞ്ചറസ് ആക്ട്. ആരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. അപ്പൊ അതിനെ പതുക്കെ തള്ളി കുപ്പിക്കകത്തോട്ട് കയറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഒരു കുപ്പി കൂടെ എടുത്തു വിടറാ സൈഡിൽ നിൽക്കുന്നവനെ. അപ്പൊ തിരുവനന്തപുരത്ത് പാമ്പിനെ പിടിക്കാനാണെങ്കിൽ വാവച്ചേട്ടനെ കിട്ടിയില്ലേ വിഷ്ണുവിനെ വിളിക്കുക. വർഷാപ്പ് നടത്തുന്നതിന്റെ ഇടയിൽ കൂടെ അവൻ ഇവിടെ എന്തല്ലേ അതിന്റെ ഒരു ലുക്കൊക്കെ നോക്കിക്കുക. ഓ ആ നൈസ്. അയ്യോ ഇവിടെ അത് ഇറങ്ങി അതിനാ കുപ്പിക്കകത്ത് കയറാൻ ഒരാഗ്രഹവും ഇല്ല. നീ അതിനാ കുപ്പിക്കകത്ത് മനഃപൂർവ്വം തള്ളി കയറ്റാനുള്ള ശ്രമത്തിലാണ്. അയ്യോ എന്താടാ വാല്? ഓ അതാണ് അതവിടെ ഇങ്ങനെ ഇരിക്കണത്. അല്ലെ ശ്രദ്ധിച്ച് ഇവിടെ അത് മൊത്തം കലിപ്പി നിൽക്കുകയാണ് കേട്ടോ. അത് കുഞ്ഞൂട്ടായി സൈഡ് ബിസിനസ് ആയിട്ട് നന്ദു എന്തൊക്കെ പരിപാടികളാ വിഷ്ണുവിനുള്ള. ബൈക്ക് റേസ്, പാമ്പ് പിടുത്തം. എടാ നിനക്ക് കൈ കൊണ്ട് പിടിക്കാൻ അറിഞ്ഞൂടല്ലോ അല്ലേ? പിടിക്കല്ലേ? മുളക് പൊടി ഇട്ട് വെച്ചിരുന്ന കുപ്പിയൊക്കെ വേറെ കുപ്പി ഉണ്ടോടാ? അത് പാമ്പ് എരിയും. ഇതിനെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവരണം കേട്ടോ. നോക്കിക്ക് കഴിച്ച് ഇരിക്കണ ഇരിപ്പ് നോക്കിയാണ്. ഓ വിഷ്ണു ശ്രദ്ധിച്ചു വേണം കേട്ടാ. എടാ അത് എനിക്ക് തോന്നുന്നു അതിന്റെ വാല് താവൂക്കിന്റെ അടിയില്. ആ അത് മതി. എടാ അതിനകത്തുനിന്ന് എടുത്തിട്ട് ഇതിന്റെ അകത്തോട്ട് ആക്കാടാ. ശ്രദ്ധിച്ച് ഇതിനൊന്ന് പിടിക്കാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ. ഇനി മറ്റേ താവൂക്ക് എടുത്ത് മാറ്റടാ. കുപ്പിയില്ല എവിടാ? ആ ബെസ്റ്റ്. നീയൊക്കെ ഏത് കുപ്പി എടുത്ത് നോയിക്കോ. കിഴങ്ങ മണ്ടയില് പൊത്തലുള്ള കുപ്പി എടുത്തോണ്ട് വന്നേക്കേ. ശ്രദ്ധിച്ച് അളിയ ശ്രദ്ധിച്ചേ. വീട്ടിലുള്ള എല്ലാ കുപ്പിയും അവ എടുത്തോണ്ട് വരെയാണ്. ശ്രദ്ധിച്ചേടാ വിഷ്ണുവേ. പതുക്ക ഗൈസ്. അവ ഒരു കോരുവയും കൊണ്ടുവന്നിട്ട് മൂർഖൻ കുഞ്ഞിനെ പൊക്കിയിരിക്കുകയാണ്. എടാ അതിന്റെ അകത്തിട്ടാടാ വിഷ്ണു. ആ അതിന്റെ അകത്തല്ല. അതുകൊണ്ട് ആ മറ്റേ മാസയുടെ രസ്നയുടെ എന്തോ കവറില്ല. ടാങ്കിന്റെ കവർ ഇട്ടാടേടാ. ടാങ്കിന്റെ കവർ ഇടാനാ. ഓക്കെ. ഇത് മറ്റേ മോഷൻ ഡിറ്റക്ട് ചെയ്യണം കേട്ടാ. ഓ ഇതിനെല്ലാം ഈ മൂമെന്റ്സ് ആണ് ഇത് പിടിക്കണത്. അങ്ങനെ ഒരു പാമ്പ് പിടുത്തോ നമ്മുടെ വ്ളോഗില്. ഇനി ഇത് എന്നെ എവിടെ കൊണ്ട് പോവൂടാ? എടാ ഇത് കുപ്പിയിട്ട് തരും. അപ്പൊ വാവച്ചേട്ടനെ വിളിച്ചിട്ട് കൊടുക്കണം കേട്ടാ. ഓക്കെ വീട്ടിൽ കൊണ്ടുകൊടുത്താലും മതി. ഓ ഓക്കേ. അതിന് ഇറങ്ങാൻ ഒരു ഗ്യാപ്പില്ല. ഈ മഹത് വ്യക്തിത്വം ഇതുപോലെ നല്ല അടച്ചുറപ്പുള്ള ഒരു കവർ തന്നതിന് ഒരു വലിയ നന്ദി ഈ നിമിഷം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. ഓക്കെ അങ്ങനെ പാമ്പ് പിടുത്തം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. പാമ്പിനെ കാണാൻ പേടിയുള്ളവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തിനു പറയുമോ? എന്റെ ഇടയിൽ കൂടാ അല്ലേ ഇത് എന്തൊരു അക്വേറിയോന്നൊക്കെ. ഇതൊക്കെ കേക്കണണ്ടാ നീ. സ്വിഗ്ഗിക്ക് ഭയങ്കര മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഓക്കെ സെറ്റ്. ഓക്കെ ഡൺ. മിഷൻ അക്കോംപ്ലിഷ്ഡ് ഗൈസ്. വിഷ്ണുദേ നീ ഡെലിവറിക്ക് കൊണ്ടുപോകണോടാ?
ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തു തരാം. ഇവനാണ് ഈ പാമ്പിനെ കണ്ടുപിടിച്ചത് ഗൈസ്. ഇവന്റെ കൂട്ടിന്റെ അടിയിലാണ് വന്നിരുന്നത്. ഹലോ, നൈസ് ടു മീറ്റ് യു. സുഖമാണോ? അയ്യോടാ ചിങ്കിടി പുപ്പി. പാമ്പിനെ പിടിച്ച് ചേട്ടാ, ഞങ്ങളെ പിടിച്ച് പോയിട്ട് വരാം. വേഗം ഓക്കെ ഓക്കേടാ, ഓക്കെ, മനസ്സിലായി. മൂലം കഴിയട്ടെ. പാമ്പിനെ പിടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് കളിക്കുന്ന അൽ സൈക്കോ വിഷ്ണു ആണല്ലേ ഗൈസ്. അവിടത്തെ പരിപാടിയും കഴിഞ്ഞ് നേരെ കാർ വാഷിലോട്ട് വന്നു സുഹൃത്തുക്കളെ. ഇവിടെ എല്ലാരും ഇവിടെ നിൽക്കുകയാണ്. വിഷ്ണുവേ, എടാ ഇത് തുടങ്ങിയപ്പോ തന്നെ കുറെ കാറുകളൊന്നല്ല, ഒത്തിരി വണ്ടി വന്നിട്ടുണ്ട്. നല്ല കസ്റ്റമേഴ്സിന്റെ ഒരു പോസിറ്റീവ് സൈനിങ് ആണ്. പൊളിച്ച് വേറെ ലെവലിൽ പോകും. നോയിക്കോ നീ. അതെ, നീ നോയിക്കോ, ഇതിന് വേറെ ലെവലിൽ പോകും. അണ്ണ പോവാണാ? ആ ശരി. എന്റെ സാരഥിക്ക് ആണാ? ആ സാരഥി. ഈ സാരഥിയല്ല, അപ്പുറത്ത്. ഓ ഹായ് സാരഥി. അത് ശരി അണ്ണാ, ടാറ്റ. പോയിട്ട് പോയോ? ബൈ ടാറ്റ ഗൈസ്. അണ്ണനായിട്ട് ഉടനെ നമ്മൾ കാണുന്നതായിരിക്കും. പാമ്പിനെ പിടിച്ചിട്ട് നിക്കണം. നിപ്പ് നോക്കിയാണ് അണ്ണ. ഇവൻ പാമ്പിനെ പിടിച്ച് ആ മൂർഖനാ. അയ്യോ, ഇത്രയും വരും. എന്തരടാ വാല് താവുക്കിനടിയിരിക്കുന്നു. അയ്യോ, ഇനി തിരിച്ചങ്ങോട്ട് പോട്ടെ ഗൈസ്. നന്ദു അവിടെ നിൽക്കുകയാണ്. അവനെ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം ഗൈസ്. ഭരണ വഴിക്ക് നന്ദുവിനെ സോനു. എടാ നിങ്ങൾ അവിടെ പോണ്, നമുക്ക് അവളെ പറഞ്ഞു വരണ്ടേ? എടാ നല്ല അത്യാവശ്യ സൈസുള്ള ഒരു മൂർഖനടാ. പാമ്പ് പിടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു. ആ ഇനി അടുത്ത അവിടെ എല്ലാരും നമ്പർ വാങ്ങിച്ചു വെച്ചവന്റെ. കിട്ടിയില്ലെങ്കിൽ വിഷ്ണുവിനെ പിടിക്കാം. കുട്ടിപ്പാമ്പാണെന്ന് എനിക്ക് തോന്നുന്നത് ബ്രീഡിംഗ് സീസൺ ആയിരിക്കും. ചേങ്കോട്ടോളം പോണം. അവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. നേരെ പോയാൽ മെയിൻ റോഡ് നിന്റെ അടുത്ത് വന്ന് വഴി ചോദിച്ചടാ. ആര്? ആ അതിനെന്താടാ? അല്ല പിന്നെ മനസ്സിലായി. പണ്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ചോദിക്കും വഴി തെറ്റിച്ച് വിടുവായിരുന്നു. എന്നിട്ട് ഓടിക്കളയോടത്. ഇപ്പൊ പറ്റും. എടാ അപ്പൊ കാര്യങ്ങളെല്ലാം മംഗളായിട്ട് കഴിഞ്ഞില്ലേ? എടാ അവള് നല്ല ഹാപ്പി അല്ലേ? അവള് ശരിക്കും നല്ല ഹാപ്പിയാണ്. അവളുടെ മോൻ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. വളർത്തി ഇളക്കും. പിന്നെ ഇനി എന്തിനാണ് പരിപാടി? ഇനി വീട്ടിൽ കാണും അവള്. അവളുടെ വീട്ടിലാണ് ഫുഡ് ഇനി. എടാ നീ അപ്പൊ ഇനി അവള് നിന്റെ കൂടെ ഇല്ല? ഓക്കെ അപ്പൊ ശരി. അപ്പൊ ഓക്കെ ഗൈസ്, ഈ വ്ളോഗ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്ത് ടാറ്റ ഓർഡർ. ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.